നമ്മുടെ കുമ്പളങ്ങയുടെ തൈ ഉണ്ടല്ലോ, അതിന് വളരാനായിട്ട് ഏറ്റവും നല്ല മണ്ണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നല്ല ഉലർന്ന മണ്ണില്ലേ കണ്ട, ഇത് തെങ്ങിൻ്റെ കട. അപ്പോൾ ഇവിടെ നമ്മൾ വർഷക്കാലത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ചപ്പും ചവറൊക്കെ അടിച്ചിട്ടിട്ട് മൂടണതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കമ്പോസ്റ്റ് പോലെ ആയി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ നല്ല ഉലർന്ന മണ്ണിലാണ് ഈ കുമ്പളം തൈ നന്നായിട്ട് വളരണം. അതിൻ്റെ അപ്പുറത്തൊരു തക്കാളി തൈ തന്നെ മുളച്ചിട്ട് കണ്ട. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും ഇവിടെ കുത്തിയിട്ടാ. അപ്പോൾ ഇതിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും നമ്മൾ. ഇത് ഹൈബ്രിഡ് തൈ വാങ്ങിച്ച് വെച്ചാൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 2 പരുവത്തിലാണ് കിട്ടിയാണ് കേട്ടോ അത്. കാരണം നട്ടിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മേടിക്കാൻ ചെന്നപ്പോൾ. പക്ഷേ ഞാൻ അവരുടെ നിന്ന് അത് നിർബന്ധം പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നട്ടത് നല്ല ഇങ്ങനെ കയറി. ഇനി ഞാൻ വേറെ സ്ഥലത്ത് നട്ടത് കാണിച്ചു തരാം കേട്ടോ. ഇവർ നിൽക്കണമൊക്കെ. അപ്പോൾ ചെടിയുടെ കുഴപ്പമില്ലല്ലോ, സ്ഥലത്തിൻ്റെ കുഴപ്പമല്ലേ കണ്ട. ഇതും അതുപോലെ നട്ടതാണ്. വരുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര സ്ലോ ആണ്. അവർ കിടന്ന് ഞെളിഞ്ഞൊക്കെയാണ് വരണത്. പിന്നെ ഇത് നമ്മൾ കറക്കി കൊണ്ടുവന്നതെന്ന് തന്നെ മുളച്ചിട്ട് ഉണ്ടായതാണ്. ആ കുമ്പളം ഇവിടെ നട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചു, അതും കൂടെ കയറ്റാലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പത്തിന് ചെയ്തിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് പടർത്തി ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അപ്പോൾ ടെറസുമെന്ന് ഇങ്ങോട്ട് കയറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷീറ്റുമ്മ ആകുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമാണ്. മരത്തുമ്മ ആകുമ്പോഴേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ തോട്ടി കൊണ്ട് വലിച്ചിടണം. വലിച്ചിട്ടാൽ അത് താഴത്ത് വീണ ഇപ്പോഴാണ് തന്നെ പൊളിയുക. പിന്നെ ഒന്നിനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ പട്ടയിട്ട് കൊടുക്കണം. എന്തിനാ വെച്ചാൽ അതിൻ്റെ പിടുത്തം കിട്ടുകയും ചെയ്യും. അപ്പം ഈ ചൂട് അല്ലെങ്കിൽ ഷീറ്റ് ഇത് പഴുക്കുമ്പോൾ ഈ കായൊക്കെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോവും, കെട്ടുപോകും. ഇത് ഇപ്പോൾ കേടൊന്നും കാണാനില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും നമ്മൾ കണ്ട. അപ്പോൾ ഇങ്ങനെ ഓലമടൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട പോലെ ഇട്ട് കൊടുത്താൽ, കഴുകുമ്പട്ടയോ അല്ലെങ്കിൽ ഓലയുടെ മടൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായി. പക്ഷേ ഇത് സാധാ മുളച്ചതായതുകൊണ്ട് ഇതിന് എന്തോരം പടരുന്ന അറിയില്ല. എനിക്ക് ഹൈബ്രിഡിന് ഇത്ര വളർച്ച വരില്ല. അതിന് മുമ്പ് കുമ്പളങ്ങ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ കുമ്പളം ഇങ്ങനെ തൈകളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തോളാം വേനലിൽ ഇട്ടാൽ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവാനുള്ള പൂക്കളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.